കൂട്ടുകാരെ, നമുക്കിതൊരു കഥ കേട്ടാലോ? ഒരിക്കൽ ഒരു വലിയ കാട്ടിൽ തൻ്റെ സൗന്ദര്യത്തിൽ അതിയായി അഹങ്കരിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ചുവന്ന റോസാച്ചെടി ഉണ്ടായിരുന്നു. ആ കാട്ടിൽ സൂര്യകാന്തിയും മുല്ലയും ചെത്തിയും ജമന്തിയും ഒക്കെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ കള്ളിമുൾച്ചെടികളും ഉണ്ടായിരുന്നു. ഏയ് നോക്ക്, എന്നെ നോക്ക്, എല്ലാവരും കണ്ടോ, ഞാൻ എത്ര സുന്ദരിയാ, പൂക്കളിലെ റാണിയാണ് ഞാൻ. റോസാച്ചെടി അഹങ്കാരത്തോടെ പറഞ്ഞു. പിന്നെ നിന്നേക്കാൾ സുന്ദരികളായി ഈ കാട്ടിൽ ധാരാളം പൂക്കളുണ്ട്. നീ അത്ര അഹങ്കരിക്കൊന്നും വേണ്ട കേട്ടോ. സൂര്യകാന്തി പറഞ്ഞു. എടാ കള്ളിമുൾച്ചെടി, നിന്നെയൊക്കെ എന്തിന് കൊള്ളാം. നിറയെ മുള്ളും ഒരു കുടവയറും കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യമാ. റോസാച്ചെടി അടുത്തു നിൽക്കുന്ന കള്ളിമുൾച്ചെടിയോട് പറഞ്ഞു. കള്ളിമുൾച്ചെടിക്ക് സങ്കടം വന്നു. അവൾ റോസാച്ചെടി തന്നെ കളിയാക്കിയ കാര്യം മുല്ലച്ചെടിയോട് പറഞ്ഞു. മുല്ലച്ചെടി ഉറക്കെ പറഞ്ഞു. റോസേ, നീ അത്ര അഹങ്കരിക്കണ്ട. നീയാണ് സുന്ദരിയെന്ന് നീ തന്നെ തീരുമാനിക്കണോ? കാഴ്ചയിലല്ല, പെരുമാറ്റത്തിലാണ് സൗന്ദര്യം കാണേണ്ടത്. റോസാച്ചെടി തരം കിട്ടുമ്പോഴൊക്കെ കള്ളിമുൾച്ചെടിയെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. വേനൽ തുടങ്ങി. വെയില് കൊണ്ട് റോസാപ്പൂവിൻ്റെ ഇതളുകൾക്ക് നിറം മങ്ങി. ഇതളുകൾ കൊഴിഞ്ഞു തുടങ്ങി. വലിയ വേനൽ. റോസാച്ചെടി വെള്ളം കിട്ടാതെ തളർന്നു വീഴാൻ തുടങ്ങി. അപ്പോഴേക്കും ഒരു കുഞ്ഞു കുരുവി ദാ കള്ളിമുൾച്ചെടിയിൽ കൊത്തി വെള്ളം വലിച്ചു കുടിക്കുന്നത് റോസാച്ചെടി കണ്ടു. കുരുവി തൻ്റെ ശരീരത്തിൽ കൊത്തി മുറിവുകൾ ഉണ്ടാക്കിയാണ് വെള്ളം വലിച്ചു കുടിക്കുന്നതെങ്കിലും കള്ളിമുൾച്ചെടി ആ വേദന സഹിച്ചുകൊണ്ടാണ് കുരുവിക്ക് വെള്ളം നൽകിയത്. കാരണം കള്ളിമുൾച്ചെടിക്ക് എല്ലാവരോടും സ്നേഹമായിരുന്നു. റോസാച്ചെടിക്ക് വെള്ളം ചോദിക്കണമെന്നുണ്ട്. പക്ഷേ താൻ എപ്പോഴും ആ ചെടിയെ കളിയാക്കിയിരുന്നത് കൊണ്ട് വെള്ളം ചോദിക്കാൻ നാണം തോന്നി. പക്ഷേ വെള്ളം കിട്ടിയില്ലെങ്കിൽ താൻ മരിച്ചു പോകുമെന്ന അവസ്ഥ വന്നപ്പോൾ അവസാനം കള്ളിമുൾച്ചെടിയോട് താൻ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് റോസാച്ചെടി പറഞ്ഞു. കള്ളിമുൾച്ചെടി, കള്ളിമുൾച്ചെടി, എനിക്ക് അല്പം വെള്ളം തരുമോ? എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. ഞാൻ ഇപ്പം മരിച്ചോ അമ്മേ, ഒരല്പം വെള്ളം തരോ? അതിനെന്താ, തരാലോ, ഇതാ എടുത്തോളൂ. കള്ളിമുൾച്ചെടി സന്തോഷത്തോടെ സമ്മതിച്ചു. ഇത് കേട്ട് വന്ന കുഞ്ഞു കുരുവി കള്ളിമുൾച്ചെടിയിൽ കൊത്തി വെള്ളം വലിച്ചെടുത്ത് റോസാച്ചെടിയുടെ വേരുകൾ കുഴിച്ചു കൊടുത്തു. റോസാച്ചെടിയുടെ ദാഹം തീർത്തു. അങ്ങനെ റോസാച്ചെടി രക്ഷിച്ചു. പ്രിയ കൂട്ടുകാരെ, ആരുടെയും സൗന്ദര്യം അളക്കേണ്ടത് അവരുടെ പുറമേയുള്ള രൂപം കണ്ടല്ല, അവരുടെ മനസ്സിന്റെ സൗന്ദര്യം കണ്ടിട്ടാണ്. ഒരിക്കലും തൻ്റെ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുകയോ സൗന്ദര്യമില്ലാത്തവരെ കളിയാക്കുകയോ ചെയ്യരുത് കേട്ടോ.